മൂന്നാറിൽ വിനോദസഞ്ചാരത്തിനെത്തിയ കുടുംബത്തെ അർദ്ധരാത്രി ആക്രമിച്ച സംഭവത്തിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. നല്ലതണ്ണി സ്വദേശി ദീപക് രാജനെയാണ് മൂന്നാർ പോലീസ് പിടികൂടിയത്. പ്രതിയെ ദേവികുളം കോടതിയിൽ ഹാജരാക്കി. മൂന്നാർ SHO ജെ വിനോദ് കുമാർ, SI KP അനിൽകുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ദീപക് രാജനെ അറസ്റ്റ് ചെയ്തത്. പ്രതി ടൗണിലെ ടൂറിസ്റ്റ് ടാക്സി ഡ്രൈവറും ഗൈഡുമാണ്. കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി 11:30-നാണ് മൂന്നാർ സന്ദർശനത്തിനെത്തിയ തൃക്കാക്കര സ്വദേശികളായ കുടുംബത്തിന് മർദ്ദനമേറ്റത്. രാത്രി ടൗണിലെത്തിയ ഇവർ താമസിക്കുവാൻ മുറി അന്വേഷിച്ച് നടക്കുന്നതിനിടയിൽ ടൗണിലെ ഗൈഡുമാരിൽ ഒരാൾ ഇവരെ മുറി കാണിക്കുവാനായി കൂട്ടിക്കൊണ്ടുപോയി. എന്നാൽ മുറി ഇഷ്ടപ്പെടാതെ ഇവർ ടൗണിലേക്ക് മടങ്ങി. ടൗണിലെത്തിയ ഇവർ പാതയോരത്ത് വാഹനം നിർത്തിയെന്ന് ആരോപിച്ച് മുറി കാണിക്കുവാൻ കൊണ്ടുപോയ യുവാവിന്റെ സംഘത്തിലുണ്ടായിരുന്ന ദീപക് കുടുംബവുമായി വാക്കുതർക്കമുണ്ടാക്കി. ഇതോടെ ഇവിടെ നിന്ന് മടങ്ങിയ കുടുംബം പഴയ മൂന്നാർ CSI പാലത്തിന് സമീപം വാഹനം നിർത്തി. പിന്നാലെ വാഹനത്തിലെത്തിയ ദീപക് വീണ്ടും ഇവരുമായി വാക്കുതർക്കമുണ്ടാവുകയും മർദ്ദിക്കുകയുമായിരുന്നു. മർദ്ദനമേറ്റ സഞ്ചാരികൾ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. സംഭവത്തിൽ പ്രതി സഞ്ചരിച്ചിരുന്ന രൂപമാറ്റം വരുത്തിയ കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സിറ്റി വിഷൻ, മൂന്നാർ.